ഹലോ, നമസ്കാരം. കമാൽ പാഷയാണ്. ഇന്ന് കേരളത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട്, കേരളത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട്, എന്നെയും നിങ്ങളെയും കേരളത്തിലുള്ള മൊത്തം ജനങ്ങളെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പുലർച്ചെ നമ്മളെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ആ ഒരു നടുങ്ങുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. മലപ്പുറത്തു നിന്നും പുറപ്പെട്ടു പോയ വിനോദയാത്രയ്ക്ക് പോയ അധ്യാപകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും അതിലുള്ള എല്ലാവരും 3-4 പേരൊഴികെ ബാക്കി എല്ലാവരും അധ്യാപകരും മരണപ്പെടുകയും ആ ഒരു അറിവിൻ്റെ വെളിച്ചം നൽകിയ ആ കുഞ്ഞു വിദ്യാലയത്തിൽ ആ പിഞ്ചുമക്കളെ ഒറ്റക്കാക്കിക്കൊണ്ട് ആ മാലാഖമാർ പറന്നുപോയപ്പോൾ നാളെ പുലർന്ന് സ്കൂളിലേക്ക് തൻ്റെ അധ്യാപകരെ കാണാൻ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന ആ പിഞ്ചുമക്കൾക്ക് ആ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഇനി മുതൽ അറിവിൻ്റെ ഇരുട്ടായിരിക്കും. നമ്മിൽ നിന്നും ഇന്ന് വിട്ടുപോയ എല്ലാ ആ അധ്യാപകർക്കും, മരണമടഞ്ഞു പോയ ആ അധ്യാപകർക്ക് എൻ്റെയും കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെ പേരിലും ആത്മാർത്ഥമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നാളെ ആ മുറ്റത്ത് ആ പിഞ്ചു കുട്ടികൾ കളിച്ചു നടക്കുമ്പോൾ, പുതിയ അധ്യാപകരുടെ മുഖം കാണുമ്പോൾ അവരുടെ ഉള്ളും ഇനിയും വർഷങ്ങളോളം പിടയും. അപ്പോൾ നമുക്കറിയാം, ആ വിദ്യാലയത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആ അധ്യാപകരായ മാലാഖമാർ ആ കുഞ്ഞുങ്ങളെ നോക്കി പാറി നടക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ കേരളം സങ്കടത്തിൽ ഇന്ന് കഴിയുമ്പോൾ, നെഞ്ചു പിടഞ്ഞുകൊണ്ട് ഓരോ ഹൃദയവും ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിലും മറ്റു സ്ഥലങ്ങളിലും വന്ന് തൻ്റെ കുടുംബത്തിൽ പിറക്കാത്തവരുടെ മരണവാർത്ത കേട്ടുകൊണ്ട് സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട്, അവരെ ആക്ഷേപിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ ഇടുന്ന മനുഷ്യരല്ലാത്ത മൃഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ മരണപ്പെട്ടതിൽ ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുമായിരുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള മറുപടികൾ പറയുമായിരുന്നു. മരിച്ചത് മതമല്ല, മരിച്ചത് അധ്യാപകരാണ്. ഈ നാടിൻ്റെ, നമ്മുടെ പിഞ്ചുമക്കൾക്ക് അറിവ് പകരുന്ന അധ്യാപകരാണ്. അവരെ മതങ്ങളൊന്നും മുസ്ലിമെന്നും ഹിന്ദുവെന്നല്ല വിളിക്കേണ്ടത്, അധ്യാപകരാണ്. ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ളവരാണ് അവർ. അവരെ മുസ്ലിമെന്നും ഹിന്ദുവെന്നും തട്ടമിട്ടവരെന്നും പൊട്ടുകുത്തിയവരെന്നും പറഞ്ഞ് ഉള്ളിലുള്ള മൃഗത്തെ ഉണർത്തിക്കൊണ്ട് കമൻറ്റുകൾ വന്നിടുമ്പോൾ, പൊന്നു സഹോദര, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ മരിച്ചവരിൽ നിങ്ങളെ വീട്ടിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് ഇങ്ങനെ സംഭവിച്ചാൽ, ആ കമൻറ്റിൽ, ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റിൽ ഞാനോ എന്നെപ്പോലുള്ളവരോ മറ്റുള്ളവരോ ഒരു കമൻ്റ് ഇട്ടാൽ നിൻ്റെ രക്തം തിളയ്ക്കുമോ? നിൻ്റെ ചോര തിളയ്ക്കുമോ? നിൻ്റെ പ്രതികാരം പിന്നെ നിലച്ചു പോകുമോ? ഇപ്പോൾ ഈ മരണപ്പെട്ടതിൽ ഒരു ആൾ പോലും നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരല്ല. അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ വന്ന് ചിലയ്ക്കുന്നത്. പൊന്നു സഹോദര, ഇവിടെ മതം പറഞ്ഞിട്ടല്ല. നീയും ഞാനുമൊക്കെ ആരാധിക്കുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾ ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മരിച്ചവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കണമെന്നും, ഒരാൾ മരണപ്പെട്ടു കൂടി കിടക്കുമ്പോൾ സന്തോഷിക്കണമെന്നും നമ്മുടെ ദൈവത്തിൽപ്പെട്ട, നമ്മുടെ മതത്തിൽപ്പെട്ട ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞ ഒരു മതവുമില്ല. മരിച്ചത്, മരണപ്പെട്ടത് ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടല്ല അവനെ കാണാൻ പോകുന്നതും അവനെ ശുശ്രൂഷിക്കുന്നതും അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും. പിന്നെ എനിക്ക് പറയാനുള്ളത്, മീശ മുളയ്ക്കാത്ത പൊടിമീശക്കാരൻ്റെ കയ്യിൽ വളയം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. മീശ മുളയ്ക്കാത്ത വളയം പിടിക്കാൻ അർഹതയില്ലാത്ത പിഞ്ചു ചെക്കൻ്റെ, പ്രായം കുറഞ്ഞ ചെക്കൻ്റെ കയ്യിൽ വളയം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയുന്ന ചിലരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിനക്കൊന്നും അത് പറയാനുള്ള അർഹതയില്ലടോ. കാരണം ഒരാണൊരുത്തൻ അവൻ വളയം പിടിക്കാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിനുള്ള കഴിവും തൻ്റെ ഇടവും ഉണ്ടെന്ന് അവൻ ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ ആ വളയം പിടിക്കുന്നത്. നിങ്ങളൊക്കെ കരുതും പോലെ ഈ ഡ്രൈവിംഗ് അത്ര സുന്ദരമായ, അത്ര രസകരമായ പണിയൊന്നുമല്ലടോ. ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാലേ, ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ രക്തവും രോമവും എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു പണിയാണോ ഡ്രൈവിംഗ്. അത് ചെയ്യണമെങ്കിലുണ്ടല്ലോ, നിന്നെപ്പോലെ ഇരുന്നു കൊണ്ട് കമൻറ്റിന് റീപ്ലൈ തരുന്ന നിന്നെപ്പോലെയുള്ള ആളുകൾക്ക് അത് കഴിയില്ലടോ. അതിന് തൻ്റെ ഇടം വേണടോ. ആണായി പിറക്കണടോ, തന്തക്ക് പിറക്കണടോ.
അല്ലാതെ ഈ പൊടിമീശക്കാരൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് എടോ പൊടിമീശക്കാരനാണെങ്കിലും അവൻ അത് കഴിയുമെന്ന് അവൻ ഉറപ്പുള്ളത് കൊണ്ടാണെടോ അവൻ വളയം പിടിക്കാൻ തുടങ്ങിയത്. എടോ എന്നെപ്പോലെ ഒരുപാട് ജനങ്ങൾ ഈ ലോകത്ത് ഡ്രൈവറായി ജീവിക്കുന്നുണ്ടോ. നിങ്ങളൊക്കെ ആക്സിഡൻ്റായി കൊണ്ടുപോകുമ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ആംബുലൻസ് ഡ്രൈവറിൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തിയിട്ടാണ് തൻ്റെ പിറകിലിരിക്കുന്ന ജീവൻ രക്ഷിക്കാൻ പോകുന്നത്. എന്ത് ധൈര്യത്തിലാണോ നീയൊക്കെ ഒരു ആംബുലൻസിൽ നിൻ്റെ കുടുംബക്കാരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്, നിൻ്റെ കുടുംബങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്? നിനക്കറിയോ അവന് വണ്ടി ഓടിക്കാൻ അറിയുമെന്ന്? ഇല്ല. പക്ഷേ നിനക്കൊന്നറിയാം, അവൻ ഓടിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുള്ള വിശ്വാസം നിനക്കുണ്ട്. അതുപോലെ തന്നെയാണോ ഇന്ന് ആ സ്കൂൾ വാഹനം ഓടിച്ച ആ പയ്യൻ, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനിന്ന് മരിച്ചിട്ടാണ് വരിക എന്നല്ല പറഞ്ഞു പോകുന്നത്. അവനുമുണ്ട് രക്ഷിതാക്കളും, അവനുമുണ്ട് പെങ്ങന്മാരും, ഭാര്യയും മക്കളും, അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരും സഹോദരങ്ങളും അവനുണ്ടോ, അവനുമുണ്ട് വീട്. അതുകൊണ്ട് ഒരിക്കലും ഇതുപോലുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ട് സ്വയം നാറിത്തരം കാണിക്കരുതടോ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ഇതുപോലുള്ള തമ്മാടിത്തരങ്ങൾ വിളിച്ചു പോകാതിരിക്കടോ. പ്ലീസ്, ദയവ് ചെയ്ത് ആ പാവങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടോ. ആ നാടിൻ്റെ മൊത്തം ഇരുട്ടിലാണോ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടോ. അതല്ലാതെ നീ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയ വന്ന് തമ്മാടിത്തരം വിളിച്ച് പറയാതെ നിനക്കൊന്നും നേരിട്ട് വന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടോ? പൊടിമീശക്കാരന് വളയം കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു അവനൊക്കെ ആരാ ഡ്രൈവറാക്കിയെന്ന്. എടോ, അവനെ ഡ്രൈവറാക്കിയത് കേരളത്തിലുള്ള നിയമപീഠമാണോ? അവന് കഴിവുള്ളത് കൊണ്ടാണോ അവന് ഹെവി ലൈസൻസ് കേരളത്തിൻ്റെ നിയമപീഠം ആദ്യമോ കൊടുത്തത്? അല്ലാതെ നിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തതല്ലടോ. പക്ഷേ ദൈവത്തിൻ്റെ വിധിയാണ്. ഓരോ കുട്ടി പിറക്കുമ്പോഴും അവൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ടോ. അതിൽ പെട്ടൊരു വിധിയാണെന്ന് കരുതി ഇനി ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറിച്ച് ഹോസ്പിറ്റലിൽ ഭീകരമായി കഴിയുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഇതുപോലുള്ള തമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയാതിരിക്കുക. ദയവ് ചെയ്ത് മനുഷ്യത്വം കാണിക്കുക. താങ്ക്സ്.